തുറക്കടാ, മര്യാദക്ക് തുറക്കാനാ പറഞ്ഞത്. ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ട് എന്നെ ഈ ലോക്കപ്പിലിട്ട് കൂട്ടിയത്? ലോക്കപ്പ് മരണം ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. മര്യാദക്ക് തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. എടാ തുറക്കടാ, എടാ തുറക്കാൻ. പൊട്ടപ്പെടെ നോക്കടാ. എടാ കൊരങ്ങ, ഒരു പോലീസുകാരനെ കൊന്നിട്ട് ജയിലിൽ പോവാൻ ഞാൻ തയ്യാറില്ല. അതുകൊണ്ട് നിന്നെയൊക്കെ വെറുതെ വിടുന്നു. ആരും കാണാതെ അതിനകത്തൊന്ന് ഉറങ്ങാൻ കിടന്നതാ. അപ്പൊ അതിനകത്തിട്ട് പൂട്ടുക. നിനക്കൊന്നും എന്നെ മനസ്സിലായിട്ടില്ലടാ പട്ടി. ഇവിടെ പറഞ്ഞതാ. ഇത് മാതൃക പോലീസ് സ്റ്റേഷൻ. അയ്യോ, രാജമാണിക്യ നാടാരുടെ വീട്ടില്. എടോ, നാളെ നാടാരുടെ വീട്ടില് CM വരുന്നു. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രി. தலைவரே அவர் வந்தாச்சு. வாங்க வாங்க. முக்கிய அமைச்சர் வாழ்க, முக்கிய அமைச்சர் வாழ்க, முக்கிய அமைச்சர். ஓ, என்ன ஸ்பீடு. வணக்கம் சார். வணக்கம் முதலமைச்சரே, நல்லா இருக்கிறீங்களா? എന്താ നാടാരെ കളിയാക്കാണോ? എനിക്ക് സൂഹിക്കാൻ പറ്റിയ സമയമാണല്ലോ. வாங்க உள்ள போய் பேசுவோம். മുഖ്യ அமைச்சர். ഓ ശരി. പിന്നെ ഒരു സല്യൂട്ട് ഇവിടെ ആകാം. MLA സല്യൂട്ട് ചെയ്യാൻ ഇന്ത്യൻ പോലീസ് റൂളിൽ അങ്ങനെ നിയമമൊന്നുമില്ല. നിയമമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷേ വെറും ഒരു സാധാ പോലീസ് മൂത്ത് ഏഡ് മൂത്ത് ഇൻസ്പെക്ടറായി നിൽക്കുന്ന തന്നെ വീണ്ടും ഒരു വെറും സാധാ പോലീസാക്കി മാറ്റാൻ എന്നെ പോലൊരു MLA വരെ കഴിയും. കാണണോ? ഉനക്ക് പാക്കണമാ? MLA നിന്നെ നല്ലായത്. നീ കട്ടപ്പുമ്മ ഫാമിലി. ആറാട്ട് നന്നാവണമെന്ന് ആനയ്ക്കുണ്ടോ നിർബന്ധം? അതിന് കുറെ പട്ടയും മടലും തിന്നണം. ഏത് തെണ്ടിയെ സല്യൂട്ട് ചെയ്താൽ എന്താ? ജീവിക്കണ്ടേ? നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോടോ. ഓ, തനിക്ക് അതിന് ഉത്തരല്ലേ? എന്നാ തനിക്ക് ഇരിക്കട്ടോ ഒരു സല്യൂട്ട്. കൊണ്ടുപോയി തിന്ന്. ബാലേന്ദ്രനെ ഒതുക്കാമെന്നാ പറഞ്ഞപ്പോ അത് ഇത്രത്തോളം കടന്നു കൈയായിരിക്കും നീ കരുതിയില്ല. 100-300 പേരുടെ ജീവനല്ലേ പോയത്? 3 கோடிக்கு மேல ஆள் உள்ள இந்த ஸ்டேட்ல 300 பேர் செத்து போனது ரொம்ப சின்ன விஷயம். ஆனா ஏன் டிஸ்டிலரி அது பெரிய விஷயம். ஆமாமா, டிஸ்டிலரி தான் பெருசு, உயிரா முக்கியம். അതൊക്കെ ഇനി എങ്ങനെ നടക്കുന്നതാടാ? நடக்கும். அதுக்கு நான் வழி சொல்றேன். എങ്ങനെ? நான் சொல்ற ஆள் எக்ஸைஸ் மினிஸ்டர் ஆகணும். അതെങ്ങനെയാ നാടാരെ? ബാലേന്ദ്രന്റെ പാർട്ടിക്കല്ലേ എക്സൈസ് വകുപ്പ്. അവരത് വിട്ടുതരൂ? தரமாட்டேன் தலைவரே. நான் அந்த கட்சியில சேர்ந்து மினிஸ்டர் ஆகட்டுமா? ஆமா, வாயை மூடிட்டு சும்மாறா. அத பத்தி நீங்க கவலையே படாதீங்க. அந்த விஷயத்தை நான் ஏற்கனவே டீல் பண்ணி வச்சிருக்கிறேன். அந்த கட்சிக்காரன் தான் மந்திரி ஆகணும். முள்ளால தானே எடுக்கணும். CK மினிஸ்டர் ஆகணும். CKയോ? அந்த ஆளு MLA இல்லையே. அது ஒரு ப்ராப்ளம் இல்லடா. 6 மாசத்துக்குள்ள வந்தா போதும். அடடா, அப்படி ஒரு ரூல் இருக்கா? അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമാണോ? മാത്രമല്ല CKയുടെ പൊളിറ്റിക്കൽ ഇമേജ് അത്ര ക്ലിയർ അല്ല. ஆமாமா, அந்த இமேஜ் கிளியர் உள்ள ஆள் வந்தா நம்ம விஷயம் நடக்காது. இந்த விஷயத்துல இன்னொரு ரிஸ்க் எடுக்க நான் தயாரா இல்ல. இது ஏன் விஷயம் மட்டும் இல்ல, உங்களுக்கும் சம்பந்தப்பட்ட விஷயம். அதனால இதுக்கு കറക്റ്റാன ഒരേ ഒരു ആൾ CK. മിന്നുന്ന ഫ്ലാഷ് ലൈറ്റുകൾക്ക് മുന്നിൽ കള്ളവാറ്റ് കേന്ദ്രങ്ങളിലും കഞ്ചാവ് തോട്ടങ്ങളിലും കാക്കിക്കുപ്പായമിട്ട് വേഷം കെട്ടി റെയ്ഡിന് നേതൃത്വം കൊടുത്ത് ചീപ്പ് പോപ്പുലാരിറ്റി നേടാൻ ശ്രമിക്കുന്ന ഒരു തറ മന്ത്രിയായിരിക്കില്ല ഈ CK രാധാകൃഷ്ണൻ. അപ്പോ അവർക്കെതിരെയുള്ള അങ്ങയുടെ പോളിസി കർശനമായിരിക്കില്ല എന്നാണോ? വളരെ കർശനമായിരിക്കും, എല്ലാ തലങ്ങളിലും. സംസ്ഥാനത്തുണ്ടായ മദ്യദുരന്തത്തിന്റെ അനന്തര നടപടി എന്താണ്? ദുരന്തമുണ്ടായി എന്നത് അത്യന്തം ഖേദകരമാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചിട്ടുണ്ടല്ലോ. കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ. കുറ്റക്കാരാരായാലും ശിക്ഷിക്കപ്പെടും. MLA അല്ലാത്ത സാറിനെ തന്നെ മന്ത്രിയാക്കിയതിന്റെ പിന്നിൽ പ്രത്യേക ഉദ്ദേശം വല്ലതുണ്ടോ? കാശുണ്ടാക്കാൻ മിടുക്കനായ ഒരാൾ വേണം. എനിക്കല്ല, ഖജനാവിലേക്ക്. സർക്കാരിന് ഏറ്റവും വരുമാനമുള്ള വകുപ്പല്ലേ. വകതിരിവുള്ള ഒരാൾ വേണമെന്ന് തോന്നിക്കാണും പാർട്ടിക്ക്. ഏത് മണ്ഡലത്തിൽ നിന്നായിരിക്കും സാർ മത്സരിക്കുക? എക്സ്ക്യൂസ് മീ, യുവർ ഗുഡ് നെയിം പ്ലീസ്? കവിത മേനോൻ, ഡൽഹി ടൈംസ്. വെൽ മിസ് കവിത മേനോൻ, അത് ഞാനല്ലല്ലോ, പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ഓക്കെ, വി വിൽ മീറ്റ് അഗൈൻ. ഡിസ്റ്റിലറിയെ പറ്റി നിങ്ങൾ വറി ചെയ്യേണ്ട നാടാരെ. ഈ CK മന്ത്രിയായിരുന്നാൽ മീനാക്ഷിപുരത്ത് 1 അല്ല 9 ഡിസ്റ്റിലറി അനുവദിക്കും. പക്ഷെ പ്രശ്നം അതല്ല. 6 മാസത്തിനകം ജയിച്ച MLA ആവണ്ടേ ഞാൻ. അതിനെ പറ്റി ഒരു മണ്ഡലം ഏതാണുള്ളത്? ഷൊർണൂരിലെ കലാമണ്ഡലം ഇരിക്കേ ഇല്ലയാ தலைவரே? வாயை மூடுறா. அத பத்தி நீ ஒன்னும் கவலைப்படாத. நீ ஜெயிக்க கூடிய கான்ஸ்டிட்யூன்ஸ நாடார் கொடுக்கறேன். ഏതാണെന്ന് പറ നാടാരെ.
ഇലക്ഷൻ വരുമ്പോ മുന്നണികൾ പോലും ഷുവർ സീറ്റിന് വേണ്ടി കയ്യും കാലോട്ട് അടിക്കുക. ഒറ്റയ്ക്ക് നിന്നാൽ കേരളത്തിലെ 140 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഓരോന്നിലും ചുരുങ്ങിയത് 10,000 വോട്ടെങ്കിലും പിടിക്കാൻ പറ്റിയ ഏത് പാർട്ടിയാണ് ഇവിടെ ഉള്ളത്? സ്വന്തം സീറ്റ് സ്വന്തം നിലയിൽ നിലനിർത്താമെന്ന് ചങ്കി കൈവച്ചുകൊണ്ട് പറയാൻ പറ്റിയ ഏത് നേതാവാണ് ഇവിടെ ഉള്ളത്? പ്രതിപക്ഷ നേതാവിന് പറ്റുമോ? എന്തിനു നമ്മളെ CM-ന് പറ്റുമോ? ഈ ഐക്യമുന്നണി എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള വെറും ഒരു പെരട്ടായ നാടാരെ. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുകച്ചില്. பயப்படாத அமைச்சரே, உட்காரு. உனக்கு மீனாட்சிபுரம் போதுமா? மீனாட்சிபுரமா? அப்ப நான் நீ ரிசைன் பண்றா, அவன் ரிசைன் பண்ணிடுவான். மீனாட்சிபுரம் எலெக்ஷன் ஒரு பிரச்சனையே இல்ல. நான் சொன்னதுக்கு அப்புறம் மீனாட்சிபுரத்துல ஒரு இலை கூட அசையாது. நீங்க வெறும் நாமினேஷன் மட்டும் சைன் பண்ணுங்க, பாக்கி விஷயத்துல நான் பாத்துக்கிறேன். ரோட்ல போற இவன மாதிரி கழுதையெல்லாம் MLA ஆக்கி இருக்கிறேன். உங்க விஷயம் எனக்கு ரொம்ப ஈஸி. நான் சொன்னது கரெக்ட் தானே நடராஜா? நடராஜா, நடராஜா, ரீத் வைக்கிற மாதிரி பண்ணாதடா. ശ്രീരാമചന്ദ്രനാണ് ചിത്രം. വനവാസത്തിന് പോകുന്ന ശ്രീരാമൻ. സാറിന് നല്ല കാലം കഴിഞ്ഞു. ചക്രവർത്തിയാകാനുള്ള യോഗം ഉണ്ടായിരുന്നു. കൈകൈ അത് നഷ്ടപ്പെടുത്തിയില്ലേ? അതുപോലെ കൈ കിട്ടത് വായിലെത്തില്ല. ഇനി 14 കൊല്ലം പഴയ ജോലി ചെയ്യണം. യോഗ അതാ കാണുന്നു. എന്ത് പണിയാ ചെയ്തിരുന്നത്? പണി വല്ലതും അറിയാമായിരുന്നു ഈ MLA പണിക്ക് പോകുമായിരുന്നോ? ബസ് സ്റ്റാൻഡിൽ കൈനോട്ടമായിരുന്നു. കഴിഞ്ഞു കിട്ടും. ഒരു രൂപയില്ല. ഇപ്പൊ ഇതേ ഉള്ളു കൊച്ചേ നിവൃത്തി. ദരിദ്രവാസി ഫലം കേൾക്കാൻ വന്നിക്കണം. സാറേ ഒന്ന് നിന്നേ നിന്നേ നിന്നേ. ഞാനാ MLA സാറ് റിസൈൻ ചെയ്യാന്ന് കേട്ടു. யார் சொன்னது? அப்படி ஒரு டிசிஷன் நான் எடுக்கலையே. ஆனால் நாடாரெடுத்தாச்சு. அப்படியா? எனக்கு இன்ஃபர்மேஷன் கிடைக்கவே இல்லையே. കാലയിലെ അവർ നിക്കർ പോട്ട് എണ്ണ തേച്ച് നിക്കർത് പാത്തിട്ട് തന്നെ ഞാൻ വന്നേ. എങ്ങനെ അറിഞ്ഞു? സാറിനെ ഞാൻ രാവിലെ മുതൽ തപ്പി നടക്കുകയായിരുന്നു. എതുക്ക്? എടോ, തനിക്ക് ആ നാടാര് ഇടാൻ തന്ന വാച്ചും മാലയും വൈരമോതിരവും താൻ ആർക്കോ വിറ്റു എന്ന് നാടാര് പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ. സത്യം പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ? പറയണോ? സത്യം പറയാം. ഞാനത് സ്വർണ്ണപ്പണിക്കാരൻ സ്മഗ്ലർ സുബ്ബയ്യ റെഡ്ഡിയാർക്ക് വിറ്റു. ജീപ്പിക്കാര് ഈ ഷാളും ഷർട്ടും ഊരിത്ത നാടാര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ അവിടെ വെക്കേ. നിക്കടാ, അടിക്കടാ സല്യൂട്ട്. അങ്ങനെയല്ല, ശരിക്കടിക്കടാ. പദവി പോയ പട്ടിക്കും വേണ്ട നീ ഇപ്പൊ തനിക്ക് മനസ്സിലായല്ലോ. കേരള ജീപ്പില് ജീപ്പിൽ കയറുന്നതിന് മുമ്പ് ഞാനൊരു തമാശ പറഞ്ഞോട്ടെ? തമാശയാണെങ്കിൽ പറയാം. എന്റെ ഭാരത മാതാവേ, മാതാവേ, ഏതൊണക്ക പോലീസുകാരനെ സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് ഒരു നാട്ടിൽ MLA-ക്ക് വന്നല്ലോ. ഇതാണോടെ തമാശ? ഇതാണ് തമാശ. ഇതാണോടെ തമാശ? കേരള ജീപ്പില് പോലീസുകാരോടെ തമാശ? നിന്നെ ഇടിച്ചിടിച്ച് മന്ത്രിയാക്കുന്നു. പണിക്കര് സാറോ? അകത്തോട്ടിരിക്കാം. സാർ ഇവിടെ ഉണ്ടെന്ന് കേട്ടിരുന്നു. സൗകര്യമായിട്ട് ഒന്ന് കാണണമെന്നും വിചാരിച്ചിരുന്നതാ. അതെ, കോളേജിലെ വാദ്യാര് പണിയൊക്കെ നിർത്തി കുറച്ചു കാലം സ്വസ്ഥമായിരിക്കണം എന്ന് തോന്നി തുടങ്ങിയപ്പോ ഈ മലമ്പ്രദേശത്ത് വന്നിത്തിരി സ്ഥലം വാങ്ങിച്ചു കൂടി. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ആരെയും ബോധ്യപ്പെടുത്തണ്ടല്ലോ. അത് നന്നായി ഇപ്പൊ തോന്നുന്നില്ലേ സാറിന്? അതുകൊണ്ടല്ലേ ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടായത്? ശരിയാണ്. ഒരു നാടാരാണ് ഇവിടുത്തെ രാജാവ്. വ്യക്തിത്വമില്ലാത്ത കുറെ മനുഷ്യരും സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് അയാൾ അവരെ എല്ലാം അടിമകളാക്കി വെച്ചിരിക്കുക. ഇവിടെ ചാർജ് എടുക്കും മുമ്പേ കേട്ടിട്ടുണ്ട് നാടാരെ പറ്റി. ആ, കുറെ പേരെ പലപ്പോഴായി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എന്റെ കൂടെ കൂട്ടി. പിന്നെ ആരോരുമില്ലാത്തവരും വഴിമുട്ടിയവരും വഴി പിഴച്ചവരുമായ കുറെ പെൺകുട്ടികൾ. അവർക്ക് തൊഴിൽ ചെയ്യാനും പാർക്കാനും ഒരിടം. അത്രയൊക്കെ ആയി. ഇനിയിപ്പോ ഒരു സ്കൂളും ഡിസ്പെൻസറിയും. അതിന്റെ കടലാസ് യുദ്ധം തുടങ്ങിയിട്ട് കാലം കുറയായി. ആ, ഞാൻ നോട്ട് ചെയ്തിരുന്നു. അതിനായി 5 ഏക്കർ സ്ഥലം നാട്ടുകാർ വിട്ടു തന്നതും അറിയാം. പക്ഷേ ഫണ്ടില്ലാന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയാ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നത്. സോറി സർ. അതിനിപ്പോ ആശയത്തിനാ സോറി പറയുന്നത്? ആശയായതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നത്. കളക്ടർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ. തീർച്ചയായും സർ. ഇതിനെന്നല്ല,
സാറിന്റെ ഏത് പ്രവർത്തനത്തിനും ഞാൻ കൂടെയുണ്ട്, എന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്. അത് മതി. അറിയാമോ ആശാമത്തിനെ കുറിച്ച്? ആ, ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മാഡത്തെ പറ്റി മുത്തച്ഛൻ. മുത്തച്ഛനോ? ആ, ഇവള് മാത്രം എന്നെ അങ്ങനെ വിളിക്കുക, ഈ പാർവതിക്കുട്ടി. നിർത്തടാ, ഓടാ പിള്ളേരെ. വെളി ഇറങ്ങാൻ മേല കൂവലിന്റെ കാശ. എന്റെ ദൈവമേ. എന്തു പറ്റി? സൈക്കിൾ ചവിട്ടി തളർന്നോ? തളരാതെ എന്ത് ചെയ്യും സാറേ? ഇത്രയും നാൾ ഒരു പട്ടിയെ പോലെ കാലി നക്കി നടന്ന എന്നെ ഓർക്കാപ്പുറത്തല്ലയോ നാടാര് തങ്ങിക്കളഞ്ഞത്. നടരാജന്റെ വേഷം മാറിയപ്പോ ഭാഷയും മാറി. ഇനിയിപ്പോ ആ വേഷവും ഭാഷയും കൊണ്ട് എന്ത് പ്രയോജനം? ഇടി കിട്ടിയതും മോഷണ കേസിൽ പ്രതിയായതും മിച്ചം. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? ഇനിയുള്ളതൊരു വലിയ പരിപാടിയാണ്. എല്ലാ വഴികളും അടഞ്ഞപ്പോ ഇവിടെ വന്ന് അഭയം തേടിയാലോ എന്ന് ആലോചിച്ചതാ. ഈ ചുറ്റുവട്ടത്ത് അടുപ്പിക്കാൻ കൊള്ളാത്തവനാണ് ഞാനെന്ന് പണിക്കർ സാറിന് അറിയാവുന്നുള്ളത് എനിക്കറിയാം. എന്തായാലും ഞാൻ നാട്ടിലോട്ടൊന്ന് പോട്ടെ. അപ്പൊ നാടുണ്ടോ? പിന്നെ കുഴിത്തുറ. അവിടെ പോയി ഒരു കളി കളിച്ച് കുറച്ച് കാശുമായി ഞാൻ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കാം നാടാരാണോ നാടാര്, അല്ലെ ഈ നടരാജനാണോ നാടാരെന്ന്. അന്ന് പണിക്കര് സാറും സാറിന്റെ ആൾക്കാരും എന്നോടൊപ്പം ഉണ്ടാവണം. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, ആ, വരട്ടെ വരട്ടെ. வணக்கம். சீக்கே, இவங்கெல்லாம் பணிக்கர் ஆசிரமத்துல இருக்கிறவங்க. ஆனா நம்ம எஸ்டேட்ல வேலை செய்யற பசங்க. எங்க இருந்தாலும் நமக்கு தான் ஓட்டு போடுவாங்க. அப்படியா? போற வழியில தான் சர்வோதய ஆசிரமம் இருக்கு. போகும்போது ஒரு பார்வை பார்த்துட்டு போயிடுவோம். சரி. வணக்கம் பணிக்கர். சௌக்கியமா? இவர் சி.கே. ராதாகிருஷ்ணன், நம்ம ஸ்டேட் எக்ஸைஸ் மினிஸ்டர். சி.கே. இவர் ரொம்ப பெரிய மனுஷன். இங்க டிஸ்பென்சரி ஸ்கூல் எல்லாம் வரணும்னு ரொம்ப ஆசைப்படுறாரு. நீ அதுக்கெல்லாம் கொஞ்சம் ஏற்பாடு பண்ணிட. அவருக்கு சொல்லிட்டேன். സർവോദയം പണിക്കരെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ചു. അനുഗ്രഹിക്കണം. സ്കൂളും ഡിസ്പെൻസറിയും എന്താണെന്ന് വെച്ചാൽ? സ്കൂളും ഡിസ്പെൻസറിയും എക്സൈസ് വകുപ്പിന്റെ കീഴിലല്ലല്ലോ. ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി രാജമാണിക്യം നാടാർക്ക് ആവശ്യമുള്ള ഡിസ്റ്റിലറിയോ ബാറോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക. നാടാരെ, നമ്മളൊന്ന് സൂക്ഷിക്കുന്നതാ നല്ലത്. വലിയ ജനസമ്മതിയുള്ള ആളാണ് പണിക്കരെന്നല്ലേ? பணிக்கர் என்னையா பண்ணிடுவான்? நீ மீனாட்சிபுரத்துல நிக்கிறன்றதுக்காக யாரும் உனக்கு ஓட்டு போட்ட மாட்டாங்க. നാടാരോട് ആളിன்றதுக்காகத்தான் உனக்கு ஓட்டு போடுவாங்க. அதுதான் உன் யோகிதை. എന്റെ പൊന്നു നാടാരെ, ഈ പറയുന്നതൊക്കെ സത്യമാ. പക്ഷേ ഇതല്പം രാഷ്ട്രീയമായി കാണുന്നതാ ബുദ്ധി. ஓ, அப்படியா? அப்ப என்ன செய்ய போற? നമുക്ക് ആലോചിക്കാം.